بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. പ്രിയമുള്ള സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹാജറിനെയും അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. കാരണം തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിർവഹിക്കാൻ സാധിക്കാതിരുന്നാലോ എന്ന പേടി കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ നടന്നു. നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഹാജർ പിന്നിൽ നിന്ന് ചോദിച്ചു, ആ അല്ലാഹു ആമറക ബിഹാദ, അള്ളാഹു ആണോ നിങ്ങളോടിത് കൽപ്പിച്ചത്? ഇങ്ങനെ ഞങ്ങളിവിടെ മരുഭൂമിയിൽ ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാൻ അള്ളാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത് എന്ന് ഹാജർ ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതെ, അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന് പറയുകയും ഇദൻ ലൻ യുദയ്യഅന, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ഹാജർ അലൈഹിസ്സലാം അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ ഒരുപാട് ദൂരം നടക്കാൻ, അങ്ങനെ ദൂരെ ഒരു ഉയർന്ന കുന്നിൻ മുകളിൽ കയറി അങ്ങകലെ മരുഭൂമിയിൽ പൊട്ടുപോലെ തൻ്റെ മകനെയും ഭാര്യയും നോക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. എൻ്റെ റബ്ബേ, ഞാനിതാ എൻ്റെ മക്കളെ, എൻ്റെ സന്താനത്തെ കൃഷിയോ അത് ആൾപ്പാർപ്പോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്റെ കഅബയുടെ ചാരത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ, ആൾപ്പാർപ്പില്ലാത്ത, കൃഷിയില്ലാത്ത, അതുപോലെ ഒരു സൗകര്യവുമില്ലാത്ത മരുഭൂമിയിൽ മകനെ താമസിപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണ്? റബ്ബന ലിയുഖീമുസ്സലാഹ്, അള്ളാഹുവെ എൻ്റെ ഈ മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരായി തീരണേ എന്നാണ്. ആദ്യം ഇബ്രാഹിം നബി ചോദിക്കുന്ന കാര്യം മക്കൾ നിസ്കരിക്കുന്നവരായി തീരണേ എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങൾ. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അള്ളാഹുവെ ജനങ്ങൾ അവരിലേക്ക് ആകൃഷ്ടരായി ഈ എൻ്റെ മക്കളുടെ അടുത്തേക്ക് വരണേ. വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് നീ റിസ്ക് കൊടുക്കണേ. ഇതൊക്കെ പിന്നെയാണ്. ഭക്ഷണം കൊടുക്കണേ, അല്ലേ? ഇതൊക്കെ പിന്നെയാണ്. സ്കൂളും കോളേജും പഠനവും IAS-ഉം IPS-ഉം സുബ്ഹാനല്ലാഹ്, എഞ്ചിനീയറും ഡോക്ടറും അതുപോലെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ജോലിയും IT പ്രൊഫഷണലും ഒക്കെ പിന്നെയാണ്. റബ്ബന ലിയുഖീമുസ്സലാഹ്, എൻ്റെ റബ്ബെ എൻ്റെ ഈ മക്കൾ നിസ്കരിക്കുന്ന ഇബാദത്ത്, അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യുന്ന നല്ല സന്താനങ്ങളായി തീരണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇതേ പ്രാർത്ഥനയിൽ നമുക്ക് പിന്നെയും കാണാം വീണ്ടും റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, അള്ളാഹുവെ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ ചേർക്കണേ. അള്ളാഹുവെ എന്നെ നീ നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർക്കണേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും നീ നിസ്കരിക്കുന്നവരാക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്.
ഈ ഒരൊറ്റ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ മാത്രം മതി ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം നമ്മൾക്ക് തിരിച്ചറിയാൻ. ഇൻഷാ അള്ളാ 3 ടൈറ്റിലുകളിൽ അല്ലെങ്കിൽ 3 തലക്കെട്ടുകളിലായിക്കൊണ്ടാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ വിഷയം, ഇന്നത്തെ ഒരു സംസാരം ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അഹമ്മിയത്തു സലാഹ്, നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ചില ഗൗരവമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത്തേത്, മക്കളെ, സന്താനങ്ങളെ തർബിയത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉണർത്തൽ, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ചില കാര്യങ്ങൾ. മൂന്നാമത്തേതും അവസാനത്തേതുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, മക്കളോട് നിസ്കാരം അത് കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ വിഷയത്തിൽ അവരെ ഉപദേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. വബില്ലാഹി തൗഫീഖ് ഇൻഷാ അള്ളാഹ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒന്നാമത്തെ കാര്യം നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. ആലോചിച്ചു നോക്കൂ, നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുന്ന 2 ഘട്ടങ്ങളാണുള്ളത്. അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന, അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യവും വരുന്ന 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ദുനിയാവിലാണ്, രണ്ടാമത്തേത് ആഖിറത്തിലാണ്. ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് ആ സമയം നിസ്കാരമാണ്, അല്ലേ? ദുനിയാവിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയം അത് നിസ്കാരത്തിൻ്റെ സമയമാണ്. ആഖിറത്തിൽ മഹ്ശറിൽ ഹിസാബിൻ്റെ സമയമാണ്. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ സന്തോഷവും സമാധാനവും ലഭിക്കണം എങ്കിൽ ദുനിയാവിൽ 5 നേരം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ, നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന വിളി കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാനും വിജയിക്കാനും വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ നൃത്തം എത്രത്തോളം നല്ല രീതിയിലാണോ, എത്രത്തോളം കൃത്യമാണോ, എത്രത്തോളം ബോധപൂർവമാണോ, അത്രത്തോളം സമാധാനവും സന്തോഷവും ഖിയാമത്ത് നാളിലെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എന്താണ്, ഹുറൈസ് ബിൻ ഖബീസ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ താബിഈൻ, അദ്ദേഹം പറയാണ്, ഞാൻ മദീനയിലേക്ക് പോയി. മദീനത്തുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിലേക്ക് പോകുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? അൻ യർസുഖനി ജലീസൻ സാലിഹ, അള്ളാഹു മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കൂട്ടുകാരനെ, അല്ലെങ്കിൽ എനിക്കിരുന്ന് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നല്ല ഒരാളെ തന്നെ നൽകണേ എന്ന് ഞാൻ ദുആ ചെയ്തു. അങ്ങനെ ഞാൻ മദീനയിൽ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ ലഭിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്, സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട് ഞാൻ, എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ കിട്ടാൻ, നല്ല ഒരു എന്താണ്, എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ നല്ല ഒരാളായി തീരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കിതാ താങ്കൾ എൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. ഫഅല്ലിംനി ഹദീസൻ സമിഅതഹു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഹദീസ്, അത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് എന്ത് ചെയ്യാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് എന്താണ്? ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമഹ മിൻ അമലിഹി സ്വലാത്തുഹു, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഒരു അടിമയോട് ആദ്യമായി ചോദിക്കുന്ന കാര്യം, അമലുകളുടെ കൂട്ടത്തിൽ, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഒരു അടിമയോട് ആദ്യമായി ചോദിക്കുന്ന കാര്യം
നിസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വനജഹ. ഒരാളുടെ നിസ്കാരം ശരിയാണ് എങ്കിൽ, അത് നല്ല രീതിയിലാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിർ. അവൻ്റെ നിസ്കാരം മോശമാണ് എങ്കിൽ, അതായത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ, ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഫഖദ് ഖാബ വഖസിർ, അവൻ എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തബാധിതനായി മാറിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഉപ്പമാരെ, ഒരു മുസ്ലിമിൻ്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹ്. അള്ളാഹുവിൻ്റെ റസൂലായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീന മഅഹ്, അവിടുത്തോടൊപ്പം ചേർന്നിട്ടുള്ള സ്വഹാബിമാർ, അവരുടെ സുപ്രധാനമായ 2 അടയാളങ്ങൾ എന്തൊക്കെയാണ്? അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവർ പരസ്പരം കാരുണ്യത്തോടെ വർത്തിക്കുകയും കുഫാറുകളോട്, സത്യനിഷേധികളോട് പരുഷമായി നിലകൊള്ളുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ അവരുടെ അടയാളം. രണ്ടാമത്തെ അടയാളം എന്താണ്? തറാഹും റുക്അൻ സുജ്ജദ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. നിനക്ക് അവരെ കാണാൻ സാധിക്കും റുക്അൻ വസുജ്ജദ, റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായി നിനക്ക് അവരെ കാണാൻ സാധിക്കും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്. അവരുടെ അടയാളം, അവരുടെ മുഖത്ത് സുജൂദിൻ്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതായത് നിസ്കാരത്തിലുള്ള വിനയവും അതുപോലെ തന്നെ ഭയഭക്തിയും കാരണത്താൽ അതിൻ്റെ അടയാളം അവരിൽ കാണാൻ സാധിക്കുമെന്ന് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ, താബിഅകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ്. മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം, ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തന്നെ എന്താണ്? അസ്സലാഹ്, നിസ്കാരമാണ്. അപ്പോൾ മുസ്ലിമിൻ്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്കാരമാണ്. നിസ്കരിക്കാത്തവൻ, അവൻ്റെ അവസ്ഥ എന്താണ്? ഫമൻ തറകഹ വഖദ് കഫർ. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൻ്റെ പുറത്താണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ, ഒരാൾ സ്ഥിരമായി നിസ്കരിക്കാതെ നടക്കുന്ന ഒരാളാണ് എങ്കിൽ, മഹാനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല, അതുപോലെ തന്നെ അവന് അനന്തരാവകാശ സ്വത്ത് കൊടുക്കാൻ പറ്റുകയില്ല. അത്രത്തോളം ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ അവൻ്റെ മുകളിൽ എന്തെല്ലാം വിധികൾ നടപ്പാക്കപ്പെടുമോ അതെല്ലാം ഇസ്ലാമിക ഭരണാധികാരി അവൻ്റെ മുകളിൽ നടപ്പാക്കും എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഉലമാക്കൾ, പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു പരിധിയിൽ ഉണ്ട് എങ്കിൽ കൂടി, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഗുരുതരമായ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഫമൻ തറകഹ വഖദ് കഫർ. ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ 5 നേരം നിസ്കരിക്കുകയാണ്, ഇബാദത്ത് ചെയ്യാണ് അല്ലേ? നിസ്കാരത്തിനെ പോലെ ഇത്രയധികം ഒരുക്കങ്ങൾ നടത്തുന്ന, ഇത്രയധികം മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഇബാദത്തുകൾ വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു നിസ്കാരം കഴിയുമ്പോൾ തന്നെ അടുത്ത നിസ്കാരത്തിന് ഒരാൾ ഒരുങ്ങണം എന്നാണ്. അതായത് ഇപ്പോൾ ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ
ആ നിസ്കാരം കഴിയുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ ഇനി അസറാണ്, ഇൻഷാ അള്ളാഹു ആയുസ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിസ്കരിക്കാനുള്ളത് എന്ന ബോധ്യം ഒരാൾക്ക് ഉണ്ടാകണം എന്നാണ്. അതുപോലെ തന്നെ അദാന് കേൾക്കുന്ന സമയത്ത്, ബാങ്ക് കേൾക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ അതിന് ജവാബ് കൊടുക്കണം. അദാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അനൗൺസ്മെൻ്റ് ആണ്, വിളിയാണ്, നിസ്കരിക്കാൻ വേണ്ടിയുള്ള വിളിയാണ്, ക്ഷണമാണ്. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, മാനസികമായി ഒരുങ്ങുകയാണ്. ആ ഒരുക്കം എങ്ങനെയാണ്? അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൂടി സ്വന്തം പറയാണ് അല്ലാഹു അക്ബർ അല്ലേ, അള്ളാഹുവാണ് എനിക്ക് വലുത്, കച്ചവടമല്ല. അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പഠനങ്ങളും അധ്വാനങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല, മറിച്ച് എനിക്ക് വലുത് അള്ളാഹുവാണ് എന്ന് നമ്മൾ കൂടി ആവർത്തിച്ച് പറയാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് എൻ്റെ ഈ ഇബാദത്തുകൾക്ക് അർഹൻ. അതുകൊണ്ട് എൻ്റെ ഈ നിസ്കാരം, അതിനു വേണ്ടിയുള്ള ഒരുക്കം, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ നിയ്യത്ത് ശരിയാക്കപ്പെടുകയും പുതുക്കപ്പെടുകയുമാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എൻ്റെ റസൂൽ എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ, നമ്മളത് ആവർത്തിക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഉറക്കുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ലാഹിറായും ബാത്തിനായും നിസ്കരിച്ചത്, ആന്തരികമായും ബാഹ്യമായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നിസ്കരിച്ച് മാതൃക കാണിച്ചു തന്നത്, അതുപോലെ നിസ്കരിക്കാൻ ഞാനിതാ തയ്യാറെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹയ്യ അല സലാഹ്, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ കടന്നു വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് മുഅദ്ദിന് പറയുമ്പോൾ നമ്മൾ എന്താ തിരിച്ചു പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലേ? അള്ളാഹുവേ, നിന്റെ സഹായമില്ലാതെ, നിന്റെ ശക്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ഈ ചെയ്യുന്ന ഇബാദത്ത്, ഞാൻ ഈ ചെയ്യേണ്ടുന്ന നിസ്കാരം, ഇത് അള്ളാഹുവേ നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? എന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എൻ്റെ സ്വയം കഴിവ് കൊണ്ടല്ല, അതുപോലെ ഞാൻ സ്വന്തമായി വലിയ നല്ലവനായതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ നിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊരു സമ്മതപത്രം നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വിനയാന്വിതമാവുകയാണ്. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്ന പ്രാർത്ഥന, ഒരു ദുആ നമ്മുടെ മനസ്സിൽ ഒരുങ്ങുകയാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ വുളൂ അദാന് കേൾക്കുമ്പോൾ തന്നെ ഇത്രയേറെ മാനസികവും ശാരീരികവുമായ ഒരുക്കം, തയ്യാറെടുപ്പ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ. ഇനി അടുത്തത് എന്താണ്? നമ്മൾ ശരീരം വൃത്തിയാക്കാൻ, വുളൂ ചെയ്യാൻ, ഇല്ലേ? സുബ്ഹാനല്ലാഹ്. ഇസ്ബാഹുൽ വുളൂ, നന്നായിട്ട് വുളൂ ചെയ്യാൻ. ആ വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ട് വുളൂഇൻ്റെ ഓരോ അവയവങ്ങളും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ വെട്ടിത്തിളങ്ങി സുന്ദരമാകാനുള്ളതാണ്. അതാണല്ലോ വുളൂഇൻ്റെ പ്രതിഫലം. മഹ്ശറിൽ വെട്ടിത്തിളങ്ങുന്ന അവയവങ്ങളായിരിക്കും വുളൂഇൻ്റെ അവയവങ്ങൾ. അപ്പോൾ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വുളൂ കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വല്ല നജസുമുണ്ടോ, വല്ല വൃത്തികേടുമുണ്ടോ, ശരീരം നമ്മൾ വുളൂ കൊണ്ട് വൃത്തിയാക്കി. അതുപോലെ തന്നെ മനസ്സിനെ നമ്മൾ അദാന് കൊണ്ട് വൃത്തിയാക്കി. അദാന് കൊണ്ട് എങ്ങനെയാണ് മനസ്സിനെ വൃത്തിയാക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക, അല്ലേ? ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് ശുദ്ധമാവാൻ ഏതൊക്കെ പോയിന്റുകളാണ്, എന്തൊക്കെയാണെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ശരീരവും വസ്ത്രവും അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലവുമൊക്കെ നജസുകളില്ലാതെ വൃത്തിയുള്ള, നജസുകളൊന്നും കലരാത്ത വസ്ത്രവും സ്ഥലവുമൊക്കെ നമ്മൾ ഉറപ്പാക്കി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഖിബ്ലയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണ്. വഅഖിം വജ്ഹക, നീ നിന്റെ മുഖം അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കുക. ഖിബ്ലയിലേക്ക്, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുകയാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ കൂടി നമ്മുടെ ഖൽബും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അള്ളാഹുവിലേക്കാണ് നിസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്. ശരി, നമ്മളിങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാ ലം യൽതഫിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് എപ്പോഴാണോ ശ്രദ്ധ തെറ്റുന്നത്, നമ്മുടെ ശരീരം അള്ളാഹുവിൽ നിന്ന് ഖിബ്ലയിൽ നിന്ന് എപ്പോഴാണോ ശ്രദ്ധ തെറ്റുന്നത്, നമ്മുടെ കണ്ണ് സുജൂദിൻ്റെ സ്ഥലത്ത് നിന്ന് എപ്പോഴാണോ ശ്രദ്ധ തെറ്റിപ്പോകുന്നത്, ആ ഒരു ഇൽത്തിഫാത്ത് സംഭവിക്കാത്ത, ആ ഒരു തെറ്റൽ സംഭവിക്കാത്ത സമയത്തോളം അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നിസ്കാരം. സുബ്ഹാന ജല്ല ജലാലു. ശരി, ഇങ്ങനെ അനേകം മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ. ഇനി മസ്ജിദിലേക്ക് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ കാലടിക്കും പ്രതിഫലമാണ്, ഇല്ലേ? ഒരു കാലടി വെക്കുമ്പോൾ സ്വർഗത്തിലൊരു ദറജ ഉയർത്തപ്പെടും, മറ്റൊരു കാലടി വെക്കുമ്പോൾ അവൻ്റെ ഒരു തിന്മ അള്ളാഹു പൊറുക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവനിങ്ങനെ ഓർമ്മിക്കുകയാണ്. അതുപോലെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽ ഫീൽ ഖൽബി നൂറ, അള്ളാഹുവെ നീ എൻ്റെ ഹൃദയത്തിൽ വെളിച്ചമിട്ട് തരണേ, അള്ളാഹുവെ നീ എൻ്റെ കണ്ണിലും കാതിലും ശരീരത്തിലും ഒക്കെ വെളിച്ചമിട്ട് തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരാൾ മസ്ജിദിലേക്ക് ഇബാദത്തിന് വേണ്ടി നടക്കാൻ. തിരക്ക് പിടിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓടി വരാൻ പാടില്ല, തിരക്ക് പിടിച്ച് വരാൻ പാടില്ല. പതുക്കെ നിസ്കാരത്തിൻ്റെ ഗാംഭീര്യവും ഗൗരവവും കൊടുത്ത് പതുക്കെ അവധാനതയോടെ അള്ളാഹുവിൻ്റെ മുന്നിലേക്കാണ്, വലിയ ഒരു രാജസന്നിധിയിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്ന ബോധ്യത്തോടെ, സമാധാനത്തോടെ, വഖാറോടെ, ഗാംഭീര്യത്തോടു കൂടിയാണ് നിങ്ങൾ നടന്നു നീങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത്രയധികം മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഒരാൾ നിസ്കാരം തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. ആ വാക്ക് നമ്മളിവിടെ ഓർമ്മിക്കൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. യുക്റഹു അൻ യഖൂമ അർ-റജുലു ഇല സ്വലാത്തി വഹുവ കസ്ലാൻ. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ, സമയമായിട്ടുണ്ട്, ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ വേണ്ടി എണീക്കാൻ മടിയോടുകൂടി, മടിയനായിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി എണീക്കുക എന്നത് വെറുക്കപ്പെട്ട, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നിസ്കരിക്കാനായി, ഇപ്പോൾ ലോഹറ് നിസ്കരിച്ച് വന്നിട്ടുള്ളൂ, എത്ര പെട്ടെന്ന് അസ്റായി, ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, റമദാനല്ലേ, നിസ്കരിക്കാണ്ട് ഇപ്പം എങ്ങനെ എല്ലാവരും നോക്കുമല്ലോ, ചങ്ങായി എന്താ പള്ളിയിൽ വരാത്തത് എന്നൊരു തോന്നലിൽ മടിയോടെ, ഇതെന്താണ്, ഇനിയിപ്പോൾ പള്ളിയിൽ അവിടം വരെ നടക്കണം, പള്ളീൻ്റെ തൊട്ടടുത്ത് റൂം എടുത്താൽ മതിയായിരുന്നു, വീടെടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല, പള്ളീൻ്റെ അടുത്തെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള മടിയും പിന്നെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ മടിയോടുകൂടി നിസ്കരിക്കാൻ പോകുന്നത് വെറുക്കപ്പെട്ടതാണ്, മോശം കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ ഇരിപ്പിടത്ത് നിന്ന് എണീക്കേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വലാകിൻ യഖൂമു ഇലൈഹാ തൽഖൽ വജ്ഹി, സന്തോഷത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി, വലിയൊരു ആസ്വാദനത്തിലേക്കാണ്, വലിയ ഒരു സന്തോഷത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടത്. അദീമർ റഗ്ബ, അള്ളാഹുവിലേക്കുള്ള വലിയ ഒരു കൊതിയോടുകൂടി, വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത്. ഷദീദൽ ഫറഹ്, കടുത്ത സന്തോഷത്തോടു കൂടി, വെറും സന്തോഷമല്ല, ഷദീദായിട്ടുള്ള അങ്ങേയറ്റത്തെ വലിയ കടുത്ത സന്തുഷ്ടനായിക്കൊണ്ട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകേണ്ടത്. ഫഇന്നഹു യുനാജില്ലാഹ അസ്സ വജൽ, കാരണം എന്തെന്നാൽ തൻ്റെ റബ്ബിനോട് മുനാജാത്ത് നടത്താൻ, സംസാരിക്കാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നീങ്ങിയിട്ടുള്ളത്. വഇന്നല്ലാഹ അസ്സ വജല്ല അമാമഹു
യഗ്ഫിറു ലഹു വയുജീബുഹു ഇദാ ദഅാഹ്. കാരണം അവൻ്റെ മുന്നിൽ നിസ്കരിക്കുമ്പോൾ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ റബ്ബാണ്. ആ റബ്ബ് യഗ്ഫിറു ലഹു, അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി, വയുജീബുഹു ഇദാ ദഅാഹ്, അള്ളാഹുവിനോട് നിസ്കാരത്തിലൂടെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ദുആഇന് ഉത്തരം നൽകാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? ആ റബ്ബിൻ്റെ മുന്നിലാണ് അവൻ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ അവൻ അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് ഉറപ്പിക്കണം. വയത്ലു ഹാദിഹിൽ ആയ, ഖുർആനിലെ ഈ ആയത്ത് അവൻ പാരായണം ചെയ്യട്ടെ. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, ഈ മുനാഫിഖീങ്ങളായ കപടന്മാരായ ആളുകൾ അവർ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഖാമു കുസാല, മടിയന്മാരായി കൊണ്ടല്ലാതെ അവർ നിസ്കരിക്കാൻ വേണ്ടി എണീക്കുകയില്ല. അപ്പോൾ ആ ഒരു ചിന്ത അവരിൽ നിന്ന് ഒഴിവാക്കട്ടെ, ആ ഖുർആൻ ഓതുന്നതിലൂടെ അവനത് ഓർമ്മിക്കട്ടെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാൻ. മാത്രമല്ല സഹോദരങ്ങളെ, ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് എത്ര പ്രാധാന്യം സ്വഹാബിമാർ കൊടുത്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ. ജമാഅത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് പിന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറഞ്ഞു പോവാൻ സമയം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുനാ, ഞങ്ങൾ സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദും സ്വഹാബിയാണ്, സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്. വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, അറിയപ്പെട്ട മുനാഫിഖുകളല്ലാതെ നിസ്കാരത്തിൽ നിന്ന്, അതായത് ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തി നടക്കുന്നതായി, വിട്ടുനിൽക്കുന്നതായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരുത്തൻ ജമാഅത്ത് നിസ്കാരത്തിന് വരുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ കൂട്ടത്തിലെ അറിയപ്പെട്ട മുനാഫിഖായിരിക്കും എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. വലഖദ് കാന റജുലു യുഅതാ ബിഹി യുഹാദാ ബൈനർ റജുലൈനി ഹത്താ യുഖാമ ഫി സ്വഫി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നിസ്കരിക്കാൻ വേണ്ടി രോഗമുള്ള വയസ്സായ പ്രായാധിക്യം കൊണ്ട് നടക്കാൻ പറ്റാത്ത ആളുകളെ രണ്ടുപേർ ചേർന്ന് തോളിലെടുത്ത് മണ്ണിലൂടെ വലിച്ചിഴച്ച് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിൻ്റെ സമയത്തുള്ള രംഗം നമുക്കറിയാലോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവും മറ്റൊരു സഹാബിയും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ വലിച്ചഴച്ചിട്ടല്ലേ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്, രണ്ടാളുടെയും തോളിൽ കൈയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുറക്കാത്തത് കാരണത്താൽ ആ ഹുജ്റയിൽ നിന്ന് മിഹ്റാബിലേക്കുള്ള മണൽ തരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിങ്ങനെ വലിച്ചു കൊണ്ടുപോയതിൻ്റെ വര, അടയാളം കാണാൻ സാധിച്ചുവെന്ന് സ്വഹാബിമാർ രേഖപ്പെടുത്തിയിട്ടില്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എത്ര പ്രാധാന്യം സ്വഹാബിമാർ നിസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അസറുകൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പല സ്വഹാബിമാരും നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിൽ വന്നിരുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ, ഈ റിവായത്തുകളിലൊക്കെ കാണാം. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താൻ എത്രത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ എത്രത്തോളം പാടുപെട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യഅഖിദു അശ്ശൈത്താനു അലാ ഖാഫിയതി റഅസി അഹദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ, ഒരാൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ശൈത്താൻ അവൻ്റെ തലക്ക് മുകളിൽ 3 കെട്ടിടും. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണ്. ഓരോ കെട്ടിടുന്ന സമയത്ത് ശൈത്താൻ പറയും, അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്, കുറേ സമയമുണ്ട്, ഉറങ്ങിക്കോ, നേരം വെളുക്കാനൊന്നും ആയിട്ടില്ല, എത്രയോ സമയമുണ്ട്, സുഖമായി കിടന്നുറങ്ങിക്കോ എന്ന് ശൈത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ശൈത്താനിൻ്റെ ഈ കെട്ടുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഫഇനിസ്തൈഖദ ഫദക്കറല്ലാഹ് ഇൻ ഹല്ലത് ഉഖ്ദ, ഒരാൾ ഉറക്കിൽ നിന്ന് ഫജ്റിൻ്റെ മുമ്പ് എഴുന്നേറ്റു, എന്നിട്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഉറക്കമുണരുമ്പോഴുള്ള അദ്കാറുകൾ പറഞ്ഞു, അള്ളാഹുവിനെ ഓർമ്മിച്ചു. അപ്പോൾ ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു വീഴും, ശൈത്താനിൻ്റെ ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു പോവുകയാണ്.
ഫഇൻ തവദ്ദഅ, എന്നിട്ട് അവൻ വുളൂ ചെയ്താൽ രണ്ടാമത്തെ കെട്ടും അവനിൽ നിന്ന് അഴിഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ഫഇൻ സല്ല, നിസ്കരിച്ചാൽ മൂന്നാമത്തെ കെട്ടും അവനിൽ നിന്ന് അഴിഞ്ഞു പോവുകയാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വളരെ പ്രധാനമാണ്. ഇനി ഈ 3 കെട്ടും അഴിഞ്ഞല്ലോ, എന്നിട്ട് അവൻ നിസ്കരിച്ചു, ഫജ്ർ നിസ്കരിച്ചു. ഇനി പറയുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്, ഞാനും നിങ്ങളും ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട വാക്കാണ്. എന്താണ്? വഇല്ല, ഇങ്ങനെ ഫഇൻ സല്ല ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സി, അവൻ നല്ല നശീത്തായി, നല്ല ഉണർവോടുകൂടി അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഒരു ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ ത്വയ്യിബൻ നഫ്സി, നല്ല മനസ്സൊക്കെ നല്ല വൃത്തിയായി സുഗന്ധപൂരിതമായ മനസ്സുള്ളവനായി അവൻ തൻ്റെ പകലിലേക്ക് പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഇല്ല, അങ്ങനെയല്ല എങ്കിൽ ഒരുത്തൻ നിസ്കരിക്കാൻ എണീക്കാതെ കിടന്നുറങ്ങിയാൽ അവൻ്റെ അവസ്ഥ എന്താണ്? ഖബീസൻ നഫ്സി, അവൻ്റെ മനസ്സ് ഖബീസൻ, മ്ലേച്ഛമാണ്, വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായിട്ടാണ് അവൻ പിന്നെ എഴുന്നേൽക്കുന്നത്. കസ്ലാൻ, മടിയനായിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അപ്പം നിസ്കരിക്കാത്ത ഒരുത്തൻ്റെ മനസ്സെന്താണ്? അത് ഖബീസാണ്, വൃത്തികെട്ടതാണ്, മ്ലേച്ഛമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ അവൻ കസ്ലാനാണ്, കുഴിമടിയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന ആള്, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആൾക്കുള്ള ശിക്ഷ ഇല്ലേ, തലയിൽ വലിയ പാറയിട്ട് ആ പാറ കൊണ്ട് അവൻ്റെ തല ഇങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കും, അത് അവസാനിക്കാതെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടുന്ന് എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചുണ്ടിനോട് കാത് ചേർത്ത് വെച്ച് അവിടുത്തെ പതുങ്ങിയ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ശബ്ദം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അസ്സലാഹ് അസ്സലാഹ് വമാ മലക്കത് ഐമാനുക്കും, നിസ്കാരത്തിൻ്റെ കാര്യം അതിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ അവസാനത്തെ വാക്ക് അങ്ങനെയായിരുന്നു, അസ്സലാഹ് അസ്സലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയും പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. അതുകൊണ്ടാണ് സലഫുകളുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിയാൽ അവർ നിസ്കാരം എത്രത്തോളം സൂക്ഷ്മത കാണിച്ചു എന്നതിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അല്ല എന്നതുകൊണ്ട് ഞാനത് കൂടുതൽ സംസാരിക്കുന്നില്ല. മഹാനായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, മാ ഫാതത്നി അത്തക്ബീറത്തുൽ ഊല മുൻദു 50 സന, 50 വർഷമായിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഒന്നാമത്തെ തക്ബീർ നഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 50 വർഷമായി ഞാൻ മറ്റൊരാളുടെ പിന്നിൽ, അതായത് ഇമാമിൻ്റെ തൊട്ട് പിന്നിൽ അല്ലാതെ വേറെ രണ്ടാമത്തെ സൊഫിലോ മൂന്നാമത്തെ സൊഫിലോ ആയി മറ്റൊരാളുടെ കാലിൻ്റെ പിന്നിൽ എനിക്ക് നിസ്കരിക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഒന്നാമത്തെ സൊഫിലാണ് ഞാൻ അൽഹംദുലില്ലാ നിസ്കരിച്ചിട്ടുള്ളത് എന്ന് മഹാനായ താബിഈ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരാൾ 5 നേരം വൃത്തിയായി ഒരു പുഴയിൽ മുങ്ങിക്കുളിച്ചാൽ, ശുദ്ധജലമുള്ള ഒരു തടാകത്തിൽ 5 നേരം മുങ്ങിക്കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ എത്രത്തോളം മാലിന്യം ഉണ്ടാവും? ഒരു മാലിന്യം ഉണ്ടാവുകയില്ല. അതുപോലെ ആണ് നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ്റെ തിന്മകളൊക്കെ അള്ളാഹു മായ്ച്ചു കൊടുക്കും 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവസാനമായി നിസ്കാരത്തിൻ്റെ പ്രാധാന്യം
അതുമായി ബന്ധപ്പെട്ട അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്ക്, ഒരു സംസാരം കൂടി പറഞ്ഞ് ആ അധ്യായം ഞാൻ അവസാനിപ്പിച്ച് അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ 5 വിഭാഗം ആളുകളുണ്ട്. അതായത് 5 നിലവാരത്തിലുള്ള ആളുകളുണ്ട്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 5 നിലവാരത്തിലുള്ള ആളുകളാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ളത്. അൽ ഔവൽ, ഒന്നാമത്തെ വിഭാഗം മുആഖബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ്. അതായത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ്. അതാരാണ്? കൃത്യമായി നിസ്കരിക്കാത്ത ആൾ, ശരിയായ രീതിയിൽ വുളു ചെയ്യാത്ത ആൾ, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ റുക്കുനുകളോ അതുപോലെ തന്നെ വാജിബുകളോ ഒന്നും പാലിക്കാത്ത ആൾ. അങ്ങനെയുള്ള ആളാണ് ഒന്നാമത്തെ ആൾ. നിസ്കാരത്തിൻ്റെ റുക്കുനോ വാജിബോ ഒന്നും പാലിക്കാത്ത ആൾ. അവൻ്റെ അവസ്ഥ എന്താണ്? അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ ഉണ്ടാകും. രണ്ടാമത്തെ ആൾ എന്താണ്? മുഹാസബാൻ. അതായത് അള്ളാഹു അവനെ, രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു അവൻ്റെ കണക്ക് പരിശോധിക്കും. അള്ളാഹുവിൻ്റെ ഹിസാബ് ഉണ്ടാകുന്ന ആൾക്കാരാണ്. അതാരാണ്? മൻ യുഹാഫിദു അലാ മവാഖീതിഹാ വഹുദൂദിഹാ വഅർകാനിഹാ അല്ലാഹിറ വവുളൂഇഹാ. അതായത് നിസ്കാരത്തിൻ്റെ നിർബന്ധ ബാധ്യതകളൊക്കെ അവൻ പാലിക്കുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ നിർബന്ധ ബാധ്യതകളൊക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി പാലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ വിഭാഗം അതാണ്. നിസ്കാരം, പിന്നെ അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ പ്രത്യക്ഷമായ വുളു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ. അസ്തഗ്ഫിറുല്ലാഹ്, ഒരു മിനിറ്റ്. ഒന്നാമത്തെ വിഭാഗം നിസ്കാരം തന്നെ നഷ്ടപ്പെടുത്തുന്ന വുളുവും കാര്യങ്ങളുമൊക്കെ കൃത്യമായി നിർവഹിക്കാത്ത ആളുകൾ, അവർക്ക് ശിക്ഷ ഉണ്ടാകും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്താണ്? അവർ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട്, അതിൻ്റെ റുക്നുകളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട്, വുളു ഒക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ നിസ്കാരത്തിൻ്റെ ഇടയിൽ ശൈത്താൻ ഉണ്ടാക്കുന്ന വസ്വാസുകൾ, ആ വിഷയത്തിൽ അവൻ പരാജയപ്പെട്ടു. അവൻ്റെ അടുക്കൽ ചിലപ്പോൾ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകും, മോശമായ വിചാരങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തു ചെയ്യും? പിന്നെ അവൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകും. ഇങ്ങനെയുള്ള ആൾക്ക് ഹിസാബ് ഉണ്ടാകും. പക്ഷേ അവന് നിസ്കാരം ഉപേക്ഷിച്ച ശിക്ഷ ഉണ്ടാകുമോ? അത് ഉണ്ടാവുകയില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന കാര്യത്തിൽ പിന്നെ പൊറുക്കപ്പെട്ട ആളുകളാണ്. അങ്ങനെ വീഴ്ചയൊന്നും പിന്നെ സംഭവിക്കാതെ സൂക്ഷ്മത കാണിച്ച ആളുകൾ. അതാരാണ്? നിസ്കാരത്തിൻ്റെ റുക്കുനുകളും കാര്യങ്ങളും സമയവും ഒക്കെ കൃത്യനിഷ്ഠതയോടുകൂടി കൃത്യമായി പാലിക്കുന്ന ആളുകൾ. അതുപോലെ നിസ്കാരത്തിൻ്റെ സമയത്ത് ശൈത്താൻ ഇട്ടുകൊടുക്കുന്ന വസ്വാസുകൾ, തെറ്റായ ചിന്തകൾ, അതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നം ചെയ്യുന്ന ആളുകൾ. അവൻ നിസ്കാരം തീരുവോളം ശൈത്താനുമായി, സ്വന്തം നഫ്സുമായിട്ട് ഇങ്ങനെ എന്താണ് യുദ്ധത്തിലായിരിക്കും. ശ്രദ്ധ തെറ്റും, വീണ്ടും അവൻ ശ്രദ്ധ തിരിച്ച് നിസ്കാരത്തിലേക്ക് കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ശ്രദ്ധ തെറ്റിക്കും ശൈത്താൻ. അപ്പോൾ വീണ്ടും നിസ്കാരത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരും. അങ്ങനെ നിസ്കാരത്തിലൊരു ഒരു മുജാഹദത്തുൻ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള ഒരു യുദ്ധം, ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ. അവൻ്റെ ആ പരിശ്രമത്തിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയും അവനിൽ വന്നിട്ടുള്ള വീഴ്ചകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. അതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന വിഭാഗമാണ്. അതാരാണ്? നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന നാലാമത്തെ വിഭാഗം, അവന് നിസ്കാരം അതിൻ്റെ ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണ്. അതിൻ്റെ റുക്കുനുകൾ, സമയം, വുളു കാര്യങ്ങളൊക്കെ
അവൻ കൃത്യമായി പാലിക്കുന്നവനാണ്. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം അത് നിസ്കാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ്റെ ശ്രദ്ധ എവിടെയും തെറ്റിപ്പോയിട്ടില്ല. കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ പൂർണ്ണമായി ശ്രദ്ധയോടുകൂടി അള്ളാഹുവിന് കീഴൊതുങ്ങി ഭയഭക്തിയോടുകൂടി ശ്രദ്ധയോടെ അവൻ നിസ്കരിക്കുകയാണ്. ഇതാണ് നിസ്കാരത്തിൻ്റെ നാലാമത്തെ വിഭാഗം ആളുകൾ. നിസ്കാരത്തിൽ നാലാമത്തെ വിഭാഗം ആളുകൾ ഇതാണ്. ഇനി അഞ്ചാമത്തെ വിഭാഗം, ഇതാണ് ഏറ്റവും മുകളിലുള്ള വിഭാഗം. അള്ളാഹു ആ ഒരു അഞ്ചാമത്തെ നിലവാരത്തിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കുമാറാകട്ടെ. അവന് നിസ്കാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൺകുളിർമയായിരിക്കും. അവൻ്റെ കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന ഒരു ഇബാദത്തായി അവൻ്റെ നിസ്കാരം അവന് മാറും. അവന് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി, കൺകുളിർമയോടുകൂടി, പൂർണ്ണ ആസ്വാദനത്തോടു കൂടിയായിരിക്കും അവൻ നിലകൊള്ളുക. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം അവനെ ഏതുപോലെ ആയിരിക്കും അവനെ അനുഭവപ്പെടുക എന്ന് ചോദിച്ചാൽ, അവൻ്റെ ഹൃദയം കയ്യിൽ പുറത്തെടുത്തിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതുപോലെ ആയിരിക്കും അവനുണ്ടാകുക. തൻ്റെ ഹൃദയം പുറത്തെടുത്ത് റബ്ബിൻ്റെ മുന്നിൽ ഇങ്ങനെ സമർപ്പിച്ചവനായി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന മനോഹരമായ അനുഭവം ആയിരിക്കും അവനുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഇന്നഹു യറാക്. അള്ളാഹുവിനെ നീ നേരിട്ട് കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നല്ലോ. അതുപോലെ നിസ്കരിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ അവൻ ശൈത്താനിൻ്റെ വസ്വാസുകളിൽ നിന്നും ഒക്കെ പൂർണ്ണമായി മുക്തനായിരിക്കും. പൂർണ്ണമായി അവൻ്റെ ശ്രദ്ധയും അവൻ്റെ മനസ്സും അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും അവൻ നിസ്കരിക്കുക. ഇതാണ് അഞ്ചാമത്തെ വിഭാഗം ആള്. ഈ അഞ്ചാമത്തെ വിഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞ 4 വിഭാഗം ആളുകളുമായി തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, അഫ്ദലു വഅഅദമു മിമ്മ ബൈന സമാഇ വൽ അർദ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാണ്, ആകാശഭൂമികൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസമുണ്ട് നാലാമത്തെയും അഞ്ചാമത്തെയും വിഭാഗം ആളുകൾ തമ്മിൽ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ഇത്രയുമാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കുന്ന വിഷയത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ തലക്കെട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കൂടുതൽ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാലും വിഷയത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലായിക്കൊണ്ടാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ നസ്രാനിയും യഹൂദിയും ഒക്കെ ആക്കി തീർക്കുന്നത്. അതായത് മുസ്ലിമായി ജനിക്കുന്ന കുട്ടിയെ കാഫിറാക്കി മാറ്റുന്നത് മാതാപിതാക്കളാണ്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുകൂടി കൂട്ടി വായിക്കാം. മൻ തറകഹ വഖദ് കഫർ. നിസ്കാരം ഉപേക്ഷിച്ചാൽ ഒരാൾ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന ഗുരുതരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമുള്ള വാക്കും ഉലമാഇൻ്റെ ഓർമ്മപ്പെടുത്തലുമൊക്കെ ഈ വിഷയത്തിൽ ഓർമ്മിക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആരെങ്കിലും തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ അശ്രദ്ധ കാണിച്ചാൽ അവനെങ്ങനെ വെറുതെ അവനെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ വിട്ടാൽ, അല്ലേ, സ്കൂളിൻ്റെ വിഷയത്തിൽ നമ്മൾ വിടൂലല്ലോ, ഇരുത്തി പഠിപ്പിക്കും. അടിച്ചും കുത്തിയും ദ്രോഹിച്ചും പണം ചെലവാക്കിയും അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തും ഒക്കെ സ്കൂളിലേക്കും കോളേജിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞയക്കും. നല്ല വസ്ത്രമൊക്കെ ഇട്ട്, ഡ്രസ്സൊക്കെ ഇസ്തിരിയിട്ട്. സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചറിൻ്റെ ഒരു മെസ്സേജ് വന്നാൽ മതി, നാളെ വരുമ്പോൾ ഈ കളർ പെൻസിൽ കൊണ്ടുവരണം എന്നൊരു മെസ്സേജ് വന്നാൽ മതി. അങ്ങാടി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞിട്ടായാലും
അവന് വേണ്ട പഠന സാമഗ്രികൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അവന് ക്ലാസ്സിൽ പോയിട്ട് സങ്കടമാകരുത്. മറ്റു കുട്ടികളെ മുന്നിൽ എൻ്റെ കുട്ടി ഒരു കളർ പെൻസിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കരുത്. ക്ലാസ് ടീച്ചറിൻ്റെ മുന്നിൽ അവന് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്, അല്ലേ? അവൻ്റെ മാർക്ക് കുറഞ്ഞു പോകരുത്. നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കും. ഒന്നിലും നമ്മൾ വീഴ്ച വരുത്തില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്കൂളുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അല്ലാഹുൽ മുസ്തആൻ. ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളെ ടോർച്ചർ ചെയ്തിട്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ എന്നാണ് ഇവർ പറയുന്നത്. അല്ലാഹുൽ മുസ്തആൻ. എൻജിനീയർ ആകണുണ്ടോ? എന്താണ് നിൻ്റെ അംബീഷൻ? എന്താണ് നിൻ്റെ ലക്ഷ്യം? എന്തിനാണ് നീ ജീവിക്കുന്നത്? ഞാൻ ഡോക്ടറാകാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ എൻജിനീയർ ആകാൻ വേണ്ടിയാണ്, പൈലറ്റ് ആകാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ പട്ടാളക്കാരനാകാനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദുനിയാവിനെ അടിച്ച് കയറ്റി കൊടുക്കുകയാണ്. കുട്ടികളുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും നാവിലും കണ്ണിലും ചെവിയിലുമൊക്കെ ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികളോട് നിസ്കരിക്കാൻ, മോനെ നീ നിസ്കരിച്ചോ? ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ. മോനെ നീ എന്താ നിസ്കരിക്കാത്തത്? കഴിഞ്ഞു. എന്നാലോ ഇന്നെന്താ ടീച്ചർ പഠിപ്പിച്ചത്? ദിവസവും 5 നേരം, അല്ലേ? മോനെ മദ്രസയിൽ നീ എന്താ പഠിച്ചത്? അത് എന്തെങ്കിലും പഠിച്ചോട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും മക്കളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഫഖദ് അസാഅ ഇലൈഹി ഗായതൽ ഇസാഅ. ഇമാം ഇബ്നുൽ ഖയ്യിം പറയാൻ, ഒരു കുട്ടിയോട്, ഒരു മകനോട്, ഒരു രക്ഷിതാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗുരുതരമായ ഗൗരവമുള്ള തിന്മയാണ് ദീനിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ കുട്ടിയോട് അലംഭാവം കാണിച്ചാൽ അവൻ്റെ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശം പ്രവൃത്തിയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്. വഅക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബാഇ വഇഹ്മാലിഹിം ലഹും. ഇന്ന് ഉമ്മയുടെ കഴുത്തിലേക്ക് കത്തി നീട്ടുന്ന മക്കളുണ്ടായിട്ടുണ്ട് എങ്കിൽ, മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, മസ്ജിദ് എന്തെന്നറിയാത്ത, മിഹ്റാബ് എന്തെന്നറിയാത്ത, സൂറത്തു ഫാത്തിഹ പോലും തെറ്റില്ലാതെ ഓതാൻ അറിയാത്ത, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പോലും കൃത്യമായി പറയാൻ അറിയാത്ത സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ആകാശത്തും ഭൂമിയിലും തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന കുഫറിൻ്റെ വാക്ക് പറയുന്ന സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എവിടെയോ മക്കയിലോ മദീനയിലോ സൗദി അറേബ്യയിലോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഖുർആൻ എഴുതി ഇങ്ങനെ കോപ്പി അടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് ധരിച്ചു വച്ചിട്ടുള്ള സന്താനങ്ങളും തലമുറകളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ ഉത്തരവാദികൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, സന്താനങ്ങൾ കേടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഉമ്മമാരാണ്. മനസ്സിലായില്ലേ? അമേരിക്കയിലുള്ള എലോൺ മസ്കിനെ കുറിച്ചും ചൈനയിലുള്ള ഏതെങ്കിലും പണക്കാരനെ കുറിച്ചും അവൻ്റെ ആഡംബര കാറിൻ്റെ മോഡൽ നമ്പറിനെ കുറിച്ചുമൊക്കെ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലവേദന കൊണ്ട് സഹിക്കാൻ സാധിക്കാതെ തൻ്റെ കയ്യിൽ കിട്ടിയ തുണിക്കഷ്ണമെടുത്ത് മുറുക്കിക്കെട്ടി മിഹ്റാബിലേക്ക് നടന്നു നീങ്ങിയതും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് ഇരുന്നു കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചതും മക്കൾക്കറിയുകയില്ല, അല്ലേ? ലോകത്ത് വലിയ വലിയ ധനാഢ്യന്മാർ എങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ആ പണം ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഫുൾ ചരിത്രം, ഡേറ്റ് അടക്കം നമ്മുടെ മക്കൾക്കറിയാം, മോട്ടിവേഷൻ കേട്ടിട്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് ഓരോ തവണ ബോധം കെട്ട് എഴുന്നേൽക്കുമ്പോഴും, ഓരോ തവണ ബോധം നഷ്ടമായി എഴുന്നേൽക്കുന്ന സമയത്തും, അസല്ലന്നാസു ഇശാ, എൻ്റെ സ്വഹാബത്തെ, ജനങ്ങളെ, നിങ്ങൾ ഇശാ നിസ്കരിച്ചോ എന്ന് ചോദിച്ച രംഗം നമ്മൾക്കറിയുകയില്ല. മരണക്കിടക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് അവിടുത്തെ ഹുജറയുടെ റൂമിൻ്റെ കർട്ടൻ മാറ്റി മസ്ജിദിലേക്ക് പാളി നോക്കി സ്വഹാബത്ത് സൊഫായി അണിനിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ച വിജയത്തിൻ്റെ കഥ അത് നമ്മുടെ മക്കൾക്ക് അറിയുകയില്ല. പിന്നെ നമ്മളെ മക്കൾക്ക് എന്താ അറിയാം? ലോകത്തോരോ കാഫറുകളും തോന്നിവാസികളും നേടിയെടുത്ത വിജയത്തിൻ്റെ കഥകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അപ്പോൾ മക്കൾ കേടുവരാനുള്ള കാരണം മാതാപിതാക്കളാണ്. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. وأكثر الأولاد وترك تعليمهم فرائض الدين وسننه ദീനിൻ്റെ നിർബന്ധവും സുന്നത്തുമായ കാര്യങ്ങൾ, വാജിബും സുന്നത്തുമായ കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിക്കാതെ അവരെ അവഗണിച്ചു വിട്ടത് കാരണത്താലാണ് മക്കൾ കേടുവന്നിട്ടുള്ളത്. ഫഅദാഉഹും സിഗാറാ, ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വേണ്ട തർബിയത്ത് കൊടുക്കാത്തത് കാരണത്താലാണ് ഒരുപാട് ധിക്കാരികളും വൃത്തികെട്ടവന്മാരുമായ സന്താനങ്ങൾ ഇന്നുണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫലം യൻതഫിഉ ബിഅൻഫുസിഹിം വലം യൻഫഉ ആബാഅഹും കിബാറ. അങ്ങനെ സ്വന്തം ഉപകാരമില്ലാത്ത, മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ അതുപോലെ തന്നെ സമുദായത്തിനോ ഉപകാരമില്ലാത്ത വെറും ചണ്ടികളായി ആ മക്കൾ വളർന്നു വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് ഏകദേശം 800 വർഷം മുമ്പ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താൻ കേട്ടോ. 7 നൂറ്റാണ്ട് മുമ്പ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്താൻ. ഇന്നൊക്കെയുള്ള സാഹചര്യം കണ്ടാൽ നമ്മുടെ സ്കൂളുകളും വിദ്യാലയങ്ങളിലേക്കും അയക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയക്കുന്ന പെടാപ്പാടുകൾ, അയക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിനു വേണ്ടി എടുക്കുന്ന പെടാപ്പാടുകൾ കണ്ടാൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ എന്തായിരിക്കും പറയാം? സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഹ്. അല്ലാഹു ഓരോരുത്തരോടും ചോദിക്കും, അവരുടെ കീഴിൽ അല്ലാഹു ഏൽപ്പിച്ച അവരുടെ സന്താനങ്ങളെക്കുറിച്ചും അവരുടെ വീട്ടിലുള്ള യതീം മക്കളെക്കുറിച്ചും അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള യതീം കുട്ടികളെക്കുറിച്ചും അവരുടെ വീട്ടിൽ ജോലിക്ക് വന്ന ആളുകളെക്കുറിച്ചും അവരുടെ വീട്ടിലുള്ള അന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല, അടിമ കുട്ടികളെക്കുറിച്ചുമൊക്കെ അല്ലാഹു ചോദിക്കും. അഹഫിദ അമ്മി അദയ്യ, അവൻ്റെ ഉത്തരവാദിത്തം അവൻ നിർവഹിച്ചിട്ടുണ്ടോ, അവൻ അത് പാഴാക്കിയിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തം, മക്കളോടുള്ള ഉത്തരവാദിത്തം, അത് വളരെ ഗുരുതരമായ ഗൗരവമുള്ള വിഷയമാണ് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ, രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയണം. ഇനി ഞാൻ ഇന്നത്തെ സംസാരത്തിൻ്റെ 3ാമത്തെ തലക്കെട്ടിലേക്ക് കടക്കുകയാണ്. മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടി സംസാരിപ്പിച്ച് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. 1ാമത്തെ കാര്യം, മുൻഗാമികളിൽ വലിയ മാതൃകയുള്ളൊരു വിഷയമാണ് മക്കളെ നിസ്കരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും അവരോട് കൽപ്പിക്കുകയും ചെയ്യുക എന്നത്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, നമ്മുടെയൊക്കെ മുസ്ലിം ഉമ്മത്തിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങളിൽ ഒന്നായി അള്ളാഹു എണ്ണാൻ അന്നഹു വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. കണ്ടോ, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ. ഇസ്മായിൽ അലൈഹിസ്സലാം തൻ്റെ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. അപ്പം നബിമാരുടെ മാതൃകയുള്ള വിഷയമാണ് മക്കളെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യാന്നുള്ളത്. ചെറിയ കുട്ടികളെ തന്നെ നിസ്കാരത്തിലേക്ക് കൽപ്പിക്കുകയും അവരെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക ബിഇദ്നില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശം നമുക്കറിയാലോ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലേ, തൻ്റെ കുഞ്ഞു മകനെ വിളിച്ചിട്ട് യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഉപദേശങ്ങൾ അതിൽ കാണാലോ. യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരം, എൻ്റെ കുഞ്ഞു മോനെ നീ നിസ്കാരം നിലനിർത്തണം എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം ഉപദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ശരി, കുട്ടികളോട് എന്ന് പറഞ്ഞാൽ സ്വന്തം കീഴിലുള്ള കുട്ടികൾ. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള കുടുംബത്തിലെയോ അല്ലെങ്കിൽ നാട്ടിലെയോ യതീം മക്കളായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ അടിമകളായിട്ടുള്ള, അതിപ്പോൾ നമുക്കില്ലാത്തത് കൊണ്ട് പ്രത്യേകം പറയണ്ട, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അവരോടൊക്കെ നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നതിൻ്റെ ഹുക്ം എന്താണ്? ശർഈയായ ഹുക്ം എന്താണ്?
നിർബന്ധമാണോ, ഫർളാണോ, സുന്നത്താണോ, അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ ഹുക്മ്? വാജിബാണ്. അതായത് ഒരു ഉമ്മ തൻ്റെ മകനോട്, മകളോട്, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാൻ, വയജിബു അലാ കുല്ലി മുതാഇൻ അൻ യഅ്മുറ മൻ യുതീഉഹു ബിസ്സലാഹ്. അനുസരിക്കപ്പെടൽ നിർബന്ധമായിട്ടുള്ള ഓരോരുത്തരും, ഭരണാധികാരിയാകാം, അധ്യാപകനാകാം, ഉമ്മയും ഉപ്പയുമാകാം, അല്ലെ, അനുസരിക്കപ്പെടൽ ബാധ്യതയായിട്ടുള്ള മസ്ജിദിലെ ഇമാമിങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അനുസരിക്കുന്ന തൻ്റെ കീഴിലുള്ളവരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഹത്ത സിഗാറല്ലദീന ലം യബ്ലുഗു, ബുലൂഗെത്തിയിട്ടില്ലാത്ത ചെറിയ കുട്ടികളോട് പോലും നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വമൻ ഖാന ഇൻദഹു സഗീറുൻ, എന്നിട്ട് അദ്ദേഹം പറയാൻ, ആരുടെയെങ്കിലും പക്കൽ അടിമയായിട്ടോ യതീമായിട്ടോ സ്വന്തം മകനായിട്ടോ മകളായിട്ടോ ഒക്കെ പിന്നെ തൻ്റെ കീഴിൽ കുട്ടികളുണ്ട് എങ്കിൽ, എന്നിട്ട് ആ മക്കളോട്, ആ കുട്ടികളോട് അവൻ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അവൻ ചെയ്തിട്ടുള്ളത് വലിയ ഒരു തെറ്റാണ്. മുതിർന്ന ആളുകൾക്ക് അതിൻ്റെ പേരിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്നതാണ്. മനസ്സിലായോ? മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ മുസ്ലിം അമീറാണ് എങ്കിൽ അവനെ, അതായത് നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത മാതാപിതാക്കളെ എന്ത് ചെയ്യണം? അവർക്ക് ശിക്ഷ നടപ്പാക്കണം. അത് തൻ്റെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കാത്ത, തൻ്റെ കീഴിലുള്ള യതീം കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കാത്ത ഒരു രക്ഷിതാവിനെ മുസ്ലിം ഭരണാധികാരികൾ എന്ത് ചെയ്യണം? പിന്നെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ ശിക്ഷ എന്നല്ല, നേരെ മറിച്ച് ശിക്ഷണം എന്ന് നമ്മൾ പറയല്ലോ, അവരെ നന്നാക്കിയെടുക്കാനുള്ള നടപടികൾ ഭരണാധികാരികൾ സ്വീകരിക്കണം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മജ്മൂ ഫതാവയിൽ രേഖപ്പെടുത്താൻ. അപ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണിത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ഇനി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കുട്ടികളെ, മക്കളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ നിസ്കാരത്തിന് ഇഷ്ടമുള്ളവരാക്കി തീർക്കാൻ, അല്ലെങ്കിൽ അവരെ നിസ്കരിക്കുന്നവരാക്കി തീർക്കാനുള്ള മാർഗങ്ങൾ, വഴികൾ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾ അതുപോലെ മുതിർന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി നിസ്കരിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെ കണ്ട് അവർ മാതൃക സ്വീകരിക്കുക. വീട്ടിലായിരുന്നാലും അതുപോലെ മസ്ജിദിലായിരുന്നാലും ഒക്കെ നമ്മൾ നിസ്കരിച്ച് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കാണിച്ചു കൊടുക്കുക. നമ്മൾ നിസ്കരിക്കുന്ന സമയത്തും വുദു ചെയ്യുന്ന സമയത്തൊക്കെ കുട്ടികളെ വിളിച്ചു കൊണ്ടുവരാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ സ്ഥാനം, ഇസ്ലാമിലുള്ള അതിൻ്റെ സ്ഥാനം കുട്ടികൾക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ തൂണാണ് നിസ്കാരം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സൂറത്ത് മാഊൻ എല്ലാ കുട്ടികൾക്കും ഹിഫ്ളുള്ള, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന സൂറത്താണല്ലോ, അല്ലേ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് മാഊൻ. വൈലുൻ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്നവർക്കാണ് നാശം, അവർ നിസ്കാരത്തിന് തൊട്ട് അശ്രദ്ധയിലാണ്, സമയത്ത് നിസ്കരിക്കാത്ത, അതുപോലെ തന്നെ കൃത്യമായി നിസ്കരിക്കാത്ത, അതുപോലെ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകളാണവർ. ഇതൊക്കെ ഇതിൻ്റെ അർത്ഥവും ഈ സൂറത്തൊക്കെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാം? പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ചെറുപ്പം മുതൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കുട്ടികൾക്ക് നൽകുക. ഉമ്മയും നിസ്കരിക്കുന്നു, കൃത്യമായി പള്ളിയിൽ പോകുന്നു, മസ്ജിദിൽ മിഹ്റാബും മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുന്നതൊക്കെ കാണുന്നു, ഇമാമിനെ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു, പരിചയപ്പെടുത്തുന്നു. അത് രണ്ടാമത്തേത്, നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും അത് ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവവും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് ഉപദേശിക്കുക. എന്താണ്
ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശവും ഇസ്മായിൽ നബിയുടെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ കുട്ടികളുടെ മുന്നിൽ നിസ്കാരത്തിൻ്റെ ഒരു മഹത്വം നമ്മൾ കാണിച്ചു കൊടുക്കുക. അതെങ്ങനെയാണ്? അതായത് ഇപ്പോൾ അദാന് കേൾക്കണം, ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ നിർത്തുക. അതായത് വേറെ എന്തെങ്കിലും ശുഗലുകൾ അതൊക്കെ നിർത്തി വെച്ച് അല്ലാ ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ സമയമായി, നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കോളി, സമയമായിട്ടോ, അതാ ബാങ്ക് വിളിക്കുന്നുണ്ട്, എല്ലാവരും ബാങ്കിന് ഉത്തരം കൊടുക്കും മക്കളെ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. എന്നിട്ട് നമ്മളും എന്ത് ചെയ്യുക, ബാങ്കിന് ഉത്തരം കൊടുക്കുക ഉറക്കെ. നമ്മളിങ്ങനെ ഫോണും യൂട്യൂബൊക്കെ നോക്കിയിരിക്കാൻ, അസ്തഗ്ഫിറുല്ലാ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ലെന്ന്. അപ്പോൾ ബാങ്ക് കേൾക്കാൻ, അപ്പോൾ അതൊക്കെ നിർത്തിവെച്ച് കുട്ടികൾ തന്നെ വല്ല ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വല്ലതും എഴുതി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ബാങ്ക് അദാന് ശ്രദ്ധിച്ച് കേൾക്കാനും അതിന് ഉത്തരം നൽകാനും പറയാം. അപ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിൽ നിസ്കാരം അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നൊരു ബോധം ഉണ്ടായിത്തീരും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ ഓടിക്കളിക്കുക. ഇപ്പോൾ റമദാനിൽ പ്രത്യേകിച്ച് തറാവിഹിനും മറ്റൊക്കെ പള്ളിയിൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകും. അപ്പോൾ എന്താണ്, നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. കുട്ടികൾ ചെറുതും വലുതുമായ കുട്ടികളൊക്കെ മസ്ജിദിൻ്റെ മുറ്റത്തും മിനാരത്തിൻ്റെ മുകളിലും അസ്തഗ്ഫിറുല്ലാ അല്ലേ, അങ്ങനെ പള്ളീൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഓടി നടന്ന് കളിച്ച് ആകെ ഒച്ചയും ബഹളവും ഒക്കെയാണ്. അതായത് എന്താണ്, റമദാനിൽ തറാവീഹിൻ്റെയും നിസ്കാരത്തിൻ്റെയൊക്കെ സമയം കുട്ടികൾക്ക് ആഘോഷമാണ്. ഒളിച്ചു കളിയും ഓടിക്കളിയും തൊട്ടുകളിയും ഓരോ കാറിൻ്റെയും പാർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ കൂടി. അങ്ങനെയല്ല, നിസ്കരിക്കാൻ നമ്മുടെ കുട്ടികൾ നമ്മളെ കൊണ്ടുവന്നാൽ നമ്മുടെ അടുത്ത് നിർത്തി നമ്മൾ അവരെ കൂടെ നിർത്തി നിസ്കരിപ്പിച്ച് അവരിത് കണ്ട് മനസ്സിലാക്കുക, അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഒക്കെ കാണട്ടെ അല്ലേ. ഖുർആനൊക്കെ കേട്ട് ആളുകൾ കരയുന്നത് അവർ കാണട്ടെ. ഇൻഷാ അല്ലാഹ് സുജൂദ് ദീർഘമായി ഇമാമും മഅ്മൂമിങ്ങളൊക്കെ സുജൂദ് ചെയ്യുന്നതും റുക്കൂഅ് ചെയ്യുന്നതും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും ഒക്കെ മക്കൾ കാണുകയും മനസ്സിലാക്കുകയും അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഒക്കെ അവർ തിരിച്ചറിയട്ടെ. അപ്പോൾ അതാണൊന്ന്. അതുപോലെ തന്നെ നിസ്കാരം, അത് സുന്നത്ത് നിസ്കാരങ്ങളും ഫർള് നിസ്കാരമൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ അവരോട് നല്ല രീതിയിലൊരു അപ്രോച്ച്, അതായത് അവരെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കും. ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിൻ്റെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്. അപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅ്മർ റജുലു അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്, അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈലി, പക്ഷെ അവൻ രാത്രി തഹജ്ജുദ് കൂടി നിസ്കരിക്കായിരുന്നെങ്കിൽ അതെത്ര നന്നാകുമായിരുന്നു. കണ്ടോ? അപ്പോൾ ഈ വാക്ക് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാൻ. فكان عبد الله بعد ذلك لا ينام من الليل إلا قليلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ട ശേഷം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കുറച്ചല്ലാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. ബാക്കി സമയങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. കണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കും അല്ലേ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ബഖറ ഓതി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുതാണ്. അപ്പോൾ അൽ-ബഖറ ഓതിയപ്പോൾ തന്നെ പേടിച്ചു, അല്ലാഹുവേ ഇത് ഫുള്ള് തീരോളം നിൽക്കണ്ടേ. അൽ-ബഖറ കഴിഞ്ഞപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഅ് പോവും. അപ്പോൾ നബി റുക്കൂഅയിൽ പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആല ഇംറാൻ ഓതി, വീണ്ടും ദീർഘമായി നിസ്കരിച്ചു. അങ്ങനെ എത്ര സൂറത്താണ് ഓതിയത് അത്രയും ആല ഇംറാനും അതുപോലെ തന്നെ നിസാഉം ഒക്കെ ഓതി റുക്കൂഅ് പോയി. റുക്കൂഇലും അത്ര തന്നെ സമയം റുക്കൂഅ് ചെയ്തു അല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഒരു കുട്ടിയാണ്, അന്ന് കുട്ടിയാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മക്കളെ ഒരുമിച്ച് നിർത്തി നിസ്കരിക്കാനും നിസ്കാരം കാണിച്ചു കൊടുക്കാനും മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ അവരെ നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവർ മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ
കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞനിയൻ, എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുമായിരുന്നു, മസ്ജിദിൽ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക മക്കളെ. ഇനി ഒരു കുട്ടി നന്നായി നിസ്കരിക്കുന്ന കണ്ടാൽ അവനെ പ്രോത്സാഹിപ്പിക്കുക, മാഷാ അല്ലാ. അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ലഭ്യമാണ്. ഇന്ന് എൻ്റെ മോൻ എത്ര നിസ്കരിച്ചു, ഫജ്ർ നിസ്കരിച്ചു, അതിനൊരു ഒരു കോളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ചാർട്ടുകളൊക്കെ നമുക്ക് ലഭ്യമാണ് അല്ലേ, കുട്ടികൾ നിസ്കരിച്ചോ നോക്കാൻ. അപ്പോൾ ഫജ്ർ, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഫുള്ള് എൻ്റെ മോൻ ഇന്ന് നിസ്കരിച്ചു. അപ്പോൾ അവന് രാത്രി വരുമ്പോൾ ഉപ്പാനെ വിളിച്ചിട്ട് ഇന്ന് എൻ്റെ മക്കൾ ഫുള്ള് നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് വരുമ്പോൾ ഒരു ചോക്ലേറ്റ് ഒന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കൊണ്ടുവരണം, ഒരു സമ്മാനം കൊണ്ടുവരണം. ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളുടെ മക്കൾക്ക് ഫുള്ള് നിസ്കരിച്ചത് കൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു സമ്മാനം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ സന്തോഷത്തോടെ? സ്കൂളിൽ ഫുള്ള് മാർക്ക് കിട്ടിയാൽ സൈക്കിളും സ്കേറ്റിംഗ് ഷൂവും എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുക, ഡ്രസ്സും പിന്നെ ടാബും അല്ലേ, കുട്ടികളെ ശൈത്താനായി വളരാൻ വേണ്ടിയിട്ട് ടാബും അതിൽ യൂട്യൂബ് കണക്ഷനും അതിലെല്ലാവിധ വൃത്തികേടും എല്ലാം നമ്മളാക്കി കൊടുക്കും പലരും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചല്ല, നല്ല രക്ഷിതാക്കൾ ഇതിലുണ്ട് എനിക്കറിയാം. പക്ഷേ അസ്തഗ്ഫിറുല്ലാഹ്, നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, എത്ര ആളുകൾ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അത് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക. ആണുങ്ങളൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് വീട്ടിലുള്ള ചെറിയ കുട്ടികൾക്കൊക്കെ വലിയ പ്രോത്സാഹനം, നിസ്കാരമൊക്കെ ഉണ്ട് എന്നൊരു ഓർമ്മയും പ്രോത്സാഹനം കിട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളെ തയ്യാറാക്കുന്ന, അതിന് സഹായകമാകുന്ന കാര്യമാണെന്ത്, കുട്ടികൾക്ക് നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായ വസ്ത്രങ്ങൾ. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്ക് ചെറിയ നിസ്കാരക്കുപ്പായൊക്കെ അടിച്ച് അല്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ആൺകുട്ടികളാണെങ്കിൽ മസ്ജിദിലൊക്കെ പോകുമ്പോൾ ഇടാൻ പ്രത്യേകം ഒരു നല്ലൊരു വസ്ത്രം, നല്ല ഒരു തൊപ്പിയും നല്ല വൃത്തിയുള്ളൊരു വസ്ത്രവും വെള്ള വസ്ത്രമൊക്കെ റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, ഈ ഡ്രസ്സ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഇടാൻ. അതുപോലെ ഒരു ചെറിയ മുസല്ലൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക അല്ലേ, കുട്ടികളുടേതായ മുസല്ലകളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ്, അതൊക്കെ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അത് തയ്യാറാക്കി കൊടുക്കുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ കാണിച്ച് അവിടെയൊക്കെ റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി അതൊരു വലിയൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുക. നിങ്ങൾ ആലോചിച്ച് സ്കൂളിലത്തെ ഹോംവർക്ക് ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഹോംവർക്ക് പോട്ടെ, സ്കൂളിൽ എന്തെങ്കിലും കുറേ ഡേ ആണല്ലോ, ഓരോ മണ്ടത്തരങ്ങളാണ് അല്ലേ, കുട്ടികളെ കേടുവരുത്താൻ, കുട്ടികളെ ചിന്താഗതിയൊക്കെ തെറ്റിക്കാൻ കുറേ മണ്ടത്തരങ്ങൾ. യെല്ലോ ഡേ, പിങ്ക് ഡേ, ബ്ലൂ ഡേ, എന്നിട്ട് ആ കളറുള്ള ഡ്രസ്സ്, ആ കളറുള്ള വള, ആ കളറുള്ള കണ്ണട, ആ കളറിലുള്ള എല്ലാ സംഗതികളൊക്കെ കൊടുത്ത് തയ്യാറാക്കാൻ നമ്മൾ എന്തൊരാവേശമാണ് ഉമ്മമാർക്ക്. അല്ലാഹുൽ മുസ്തആൻ. ഒരു രക്ഷിതാവ് പോലും മറുത്തൊരു ക്ലാസ് ടീച്ചറിനോട് നിങ്ങൾക്ക് എന്താ പ്രാന്താണോ എന്ന് ചോദിക്കാൻ ധൈര്യം ഒരാൾക്കില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടിക്ക് നിസ്കരിക്കാനുള്ള ഒരു നിസ്കാരക്കുപ്പായം, ഒരു ചെറിയൊരു മുസല്ല, ഒരു നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സമ്മാനങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ, മസ്ജിദിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിട്ട് പോലും ആ പള്ളിയിലേക്കുള്ള വഴി, അവിടേക്കൊക്കെ സുരക്ഷിതമായി പോകാനുള്ള ഒരു മാർഗം. ഉപ്പയൊന്നുമില്ല, ഉപ്പ ജോലിക്ക് അവിടെ ദൂരെ പോവാണ്, അപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള വലിയൊരു കുട്ടി പള്ളിയിൽ പോകുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പറഞ്ഞേക്കാനുള്ള ഒരു ഒരുക്കം. അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അയൽവാസിയോട് പറയും, നിങ്ങളെ മോനില്ലേ 10ാം ക്ലാസ് പഠിക്കണം മോന്, ഓൻ പള്ളിയിൽ പോകുമ്പോൾ ഒന്ന് എൻ്റെ മോനെയും കൂടി കൂട്ടാൻ പറയണേ. അപ്പോൾ അവന് നിസ്കരിക്കാൻ പോകണില്ലെങ്കിൽ ചിലപ്പോൾ അവനും തോന്നും, പഠിച്ചോനെ ആ ചെറിയ കുട്ടി നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ അവനെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്, അപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ മോശമല്ലേ, അപ്പോൾ അവനും പോവും, അപ്പോൾ രണ്ടാളും നിസ്കരിച്ച് കൂലി നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നിസ്കാരത്തിലേക്കുള്ള പ്രോത്സാഹനം ലഭിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവരൊക്കെ കൂട്ടിപ്പോവുക. തീരെ എന്താ പറയുക,
തമയുസെത്താത്ത പള്ളിയിൽ കരഞ്ഞൊച്ചയും ബഹളാക്കുന്ന അങ്ങനത്തെ കുട്ടികളല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചൊന്ന് പള്ളിയിലെത്തിയാൽ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ പിന്നെ കാണുന്ന ദർസുകളും ഇൽമിൻ്റെ മജ്ലിസുകളിലൊക്കെ അവരിരുത്തുക. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുപോകണം, മനസ്സിലായില്ലേ? അപ്പോഴവർക്കൊരു അവർക്കുള്ളിലൊരു തോന്നലുണ്ടാവും, മസ്ജിദിലാണ് പോണത്, കണ്ടോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് പിന്നെ നല്ല തലപ്പാവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടി നല്ല വുളുവൊക്കെ എടുത്ത് അത്തറൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ പോകുമ്പോൾ അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഇവിടെ കളിക്കാനുള്ള സ്ഥലമല്ല, ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല, ഇത് നിസ്കരിക്കാനും ദീന് പഠിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഒരു ശ്രമം നമ്മൾ നടത്തുക ഇൻഷാ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പമാരില്ലെങ്കിൽ, നിങ്ങളറിയാമോ ഇമാം അഹമ്മദ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമാം അഹമ്മദിൻ്റെ ഉമ്മ എന്താ ചെയ്യാറ്? മോനെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോകും. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ കൂടെ ഇമാം അഹമ്മദ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇമാം അഹമ്മദ് നിസ്കരിച്ച് തിരിച്ചു വരുന്നത് വരെ പുറത്ത് ഉമ്മ കാത്തിരിക്കും. നിസ്കരിച്ച് കഴിഞ്ഞാൽ മോനെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്. ഉമ്മമാരുടെ റോളാണ് ഈ പറയുന്നത്. ഇനിയിപ്പോൾ അതും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അയൽപ്പക്കത്തൊക്കെ ആൾക്കാരുണ്ടാവും പള്ളിയിൽ പോകണേ, അവരെ കൂടെ പറഞ്ഞേക്കാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മൾ വളരെയധികം ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സായ കുട്ടികളോട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുക. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ അടിക്കണം, കുട്ടികളെ ശിക്ഷിക്കണം. 10 വയസ്സായിട്ട് അടിച്ചിട്ടില്ലെങ്കിൽ, അല്ലേ? 100-ൽ 99 മാർക്ക് കിട്ടിയിട്ട് 1 മാർക്ക് എവിടെ എന്ന് ചോദിച്ചിട്ട് അടിക്കുന്ന രക്ഷിതാക്കളാണ്. അള്ളാഹു കാക്കട്ടെ, അല്ലേ? അങ്ങനത്തെ മണ്ടന്മാരായ, ഞാൻ അങ്ങനെ തന്നെ പറയും, രക്ഷിതാക്കളുള്ള കാലമാണ്. അള്ളാഹു കാക്കട്ടെ. എന്താണ് പിന്നെ 128 + 128 = എത്ര, അല്ലെങ്കിൽ 9 × 9 എത്ര എന്ന് ചോദിച്ചിട്ട് അടിക്കുന്ന, അതിനു വേണ്ടി കുട്ടികളെ പീഡിപ്പിക്കുന്ന രക്ഷിതാക്കളുള്ള, വിഡ്ഢികളായ രക്ഷിതാക്കളുള്ള കാലമാണ്. എന്നാലോ കുട്ടി നിസ്കരിച്ചോ, മഗ്രിബ് എത്ര റക്അത്താണ്, 10 വയസ്സായ മോനെ അറിയില്ല മഗ്രിബ് എത്ര റക്അത്ത്, മഗ്രിബ് എപ്പോൾ നിസ്കരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത എത്ര മക്കളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളോട് അവരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, അത് നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. 10 വയസ്സായാൽ അവരെ അടിക്കണം എന്നത് ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? നിസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഒരു വിഷയം, നിസ്കാരം, മക്കളെ നിസ്കരിപ്പിക്കുക എന്നുള്ള വിഷയം, പിന്നെ ഓടിച്ച് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നെല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കുക. അത് കുട്ടികളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തണം എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിരുത്തി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുക. എന്നിട്ട് ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൊരു പിന്നെ നോട്ട്സോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക ഇൻഷാ അല്ലാഹ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതോടുകൂടി നമുക്ക് നമ്മുടെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഓരോന്നായിട്ട് ഞാനിങ്ങനെ പിന്നെ പറയാം, നിങ്ങൾ ജസ്റ്റ് നോട്ടാക്കി വെക്കുക. കുട്ടികളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ, അല്ലെങ്കിൽ അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, അതാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് എടുത്ത് നോക്കാമല്ലോ, എന്നിട്ട് അത് നടപ്പിലാക്കാമല്ലോ വീട്ടിൽ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഓൾറെഡി നോട്ട് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോകാം, ക്ലാസ് അവസാനിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ചെറിയ ചെറിയ സൂറത്തുകളിലൊക്കെ, ഇപ്പോൾ വൈലുൽ സൂറത്ത് മാഊൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം,
ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ, അദാന് കേൾക്കുമ്പോൾ തന്നെ നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുകയും കുട്ടികളെ പെരുമാറാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ്? ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുക, അദാനിന് ജവാബ് കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ അദാനിന് ജവാബ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ള ചിന്തകൾ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക, അതൊക്കെ. മൂന്നാമത്തെ കാര്യം, നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുന്ന വിഷയത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകുക. അപ്പം അവിടെയാണ് നമ്മൾ അബ്ദുല്ലാഹിബിൻ ഉമറുല്ലാഹിന്റെ കഥ പറഞ്ഞത് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ പറയാം, മാഷാ അല്ലാ ഈ മോന് എത്ര നല്ല കുട്ടിയാണ്, അവന് 5 നേരവും നിസ്കരിക്കും, അവന് സുന്നത്തും കൂടി നിസ്കരിച്ചിരുന്നെങ്കിൽ മാഷാ അല്ലാ ളുഹറും അസ്റും മഗ്രിബ് ഇശാക്ക് നിസ്കരിച്ചു, ഫജ്റിനും കൂടി അവന് എണീറ്റാൽ ഉഷാറായനെ. ഇങ്ങനെയുള്ള പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, അതുപോലെയുള്ള ചാർട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചാർട്ടുകളൊക്കെ റെഡിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ട് മാതൃക കാണിച്ചു കൊടുക്കുക. അതായത് പിന്നെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അവരൊക്കെ എന്തെങ്കിലും കാണുമല്ലോ. എന്താണ് ഇമാം സുയൂത്തി പറഞ്ഞ പോലെ, ലിമാ ഫീഹി മിൻ തഅലീമിൽ അഹ്ലി ഹുദൂദ സ്വലാത്തി മുആയനതൻ വഹുവ അസ്ബതു മിന തഅലീമി ബിൽ ഖൗൽ. അതായത് സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിൻ്റെ ഇതെന്താണ്? കുടുംബത്തിൽ നിസ്കാരത്തിൻ്റെ രീതിയും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ അവർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ കണ്ട് പഠിക്കുമ്പോൾ അതിനെന്തുണ്ട്? പ്രാധാന്യമുണ്ട്. നമ്മൾ വായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർ കണ്ട് പഠിക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുക. ഇതാണ് പിന്നെ എത്രാമത്തെയാണ്? മൂന്നാമത്തെയാണ് തോന്നുന്നു അല്ലേ? 3, 4 ആയിരിക്കും. ഇനി അടുത്ത കാര്യം എന്താണ്? കുട്ടികൾക്ക് നിസ്കരിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ കാര്യങ്ങൾ നൽകുക. അവർക്ക് പ്രത്യേകമായ നിസ്കാരക്കുപ്പായം കുട്ടികൾക്ക്, അവർക്ക് പ്രത്യേകമായ സജ്ജാദ നിസ്കാരപ്പായ, അതുപോലെ അവർക്ക് പ്രത്യേകമായ സ്ഥലം നിർണയിച്ചു കൊടുക്കുക വീട്ടിൽ. അതുപോലെ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബത്തിലോ വീട്ടിലോ ഒക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവുക. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് അടുത്ത കാര്യം. ഇനി മറ്റൊരു കാര്യം, തമീസ് എത്തിയ കുട്ടികൾ, അതായത് പിന്നെ ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായമെത്തിയ കുട്ടികൾ, ആ കുട്ടികൾ എന്ത് ചെയ്യുക? ജമാഅത്തിനെ മസ്ജിദിലേക്ക് കൊണ്ടുപോവുക. പള്ളിയിൽ മിണ്ടാതിരിക്കാനും അടങ്ങി ഒതുങ്ങിയിരിക്കാനൊക്കെ പറ്റുന്ന കുട്ടികളെ ജമാഅത്തിന് പള്ളിയിൽ കൊണ്ടുപോവുക. അതുപോലെ ദർസുകൾക്കും പിന്നെ ദീനിയായ മജ്ലിസുകളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോവുക. അതാണ് അടുത്ത കാര്യം. ഇത്രയും കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യുക? നമ്മളൊരു ടാസ്ക് പോലെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും നടപ്പാക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.